ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുവുമായുള്ള ആത്മബന്ധത്തിന്റെ പ്രതീകാത്മകമായ കാവ്യാവിഷ്കാരമാണ് ബൈബിളിലെ ഉത്തമഗീതം. അതിലെ 7-ാം അധ്യായം 13-ാം വാക്യം ഇങ്ങനെയാണ്: ദൂദായി പഴം സുഗന്ധം വീശുന്നു. നമ്മുടെ വാതുക്കൽ എല്ലാ വിശിഷ്ട ഫലങ്ങളുമുണ്ട്. പ്രിയനെ, പഴുത്തതും ഉണങ്ങിയതുമെല്ലാം നിനക്കായി ഒരുക്കിയിരിക്കുന്നു. മണവാളൻ ക്രിസ്തുവും മണവാട്ടി സഭയും തമ്മിലുള്ള ഊഷ്മള ബന്ധത്തിന്റെ സ്നിഗ്ധഭാവം വെളിപ്പെടുത്തുന്ന വളരെ മനോഹരമായ വാക്കുകളാണ് ഇത്. നമ്മൾ ചോദിച്ചതിലും ആഗ്രഹിച്ചതിലും അതിനപ്പുറവും നമുക്ക് സമൃദ്ധിയായി നൽകിയ കർത്താവിന് ആത്മാവിന്റെ ഫലങ്ങളും വിശ്വസ്തതയും പകരം നൽകുവാനുള്ള ആഹ്വാനമാണ് ഈ വേദഭാഗം. ഈ തിരുവചനത്തിന്റെ ചില ആത്മീയ മർമ്മങ്ങളെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. 1. ക്രിസ്തുവിലുള്ള സമർപ്പിത ജീവിതം സുഗന്ധം പരത്തുന്നതാണ്. ഉത്തമഗീതം 7-ാം അധ്യായം 13-ാം വാക്യം: ദൂദായി പഴം സുഗന്ധം വീശുന്നു. ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു സമർപ്പിത ജീവിതത്തിന്റെ സുഗന്ധമാണ് മണവാട്ടി സഭ ക്രിസ്തുവിന് നൽകേണ്ടത്. ഹൃദയപൂർവം നമ്മെ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നതിനേക്കാൾ വലിയ വഴിപാടുകളൊന്നുമില്ല. ഇതാണ് ദൈവം ഇഷ്ടപ്പെടുന്ന സൗരഭ്യ ധൂപം. 2 കൊരിന്ത്യർ 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഭാഗ്യവാനായ അപ്പോസ്തലൻ ഇത് വെളിപ്പെടുത്തുന്നുണ്ട്: രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ശിക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ പരിമളമാണ്. പനിനീർ പുഷ്പങ്ങളുടെ സൗരഭ്യം ഭവനവും അന്തരീക്ഷവുമൊക്കെ സുഗന്ധപൂർണമാക്കുന്നത് പോലെ നമ്മിലെ ക്രിസ്തു സാന്നിധ്യത്തിന്റെ സൗരഭ്യത്താൽ കുടുംബത്തിലെയും സഭയിലെയും സമൂഹത്തിലെയുമൊക്കെ അന്തരീക്ഷം സൗരഭ്യപൂർണമാക്കാൻ നമുക്കും കഴിയും. ദൂദായി പഴം സുഗന്ധം വീശുന്നു. 2. സമർപ്പണത്തിന്റെ ഫലങ്ങളെപ്പറ്റി ഈ വേദഭാഗത്ത് മണവാട്ടി പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. നമ്മുടെ വാതുക്കൽ എല്ലാ വിശിഷ്ട ഫലങ്ങളുമുണ്ട് എന്നാണ് മണവാട്ടി പറയുന്നത്. എന്തൊക്കെയാണ് പ്രിയനു വേണ്ടി നമ്മൾ ഹൃദയത്തിൽ ഒരുക്കേണ്ട വിശിഷ്ട ഫലങ്ങൾ? അത് തീർച്ചയായും ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം എന്നിവയൊക്കെയാണ്. അതെ, പ്രിയനു വേണ്ടി നമുക്ക് ഒരുക്കുവാൻ കഴിയുന്ന ഫലങ്ങൾ നമ്മുടെ വിശിഷ്ട സ്വഭാവവും സമസൃഷ്ടങ്ങളോടുള്ള കരുതലുമാണ്. സർവ്വലോകവും പ്രപഞ്ചവുമൊക്കെ സ്വന്തമായ ദൈവത്തിന് നമ്മുടെ പൊന്നും പണവും ഒന്നും ആവശ്യമില്ല. വീടിന്റെ പ്രവേശന കവാടത്തിൽ പൂക്കളും ഫലങ്ങളും കൊണ്ട് അലങ്കരിച്ച് അതിഥിയെ സ്വാഗതം ചെയ്യുന്നത് അതിഥിയോടുള്ള ആദരവും ബഹുമാനവും വെളിപ്പെടുത്തുന്നതാണ്. ഹൃദയത്തിലെ സ്തോത്രഫലങ്ങളോടെ മണവാളൻ ക്രിസ്തുവിനെ നമ്മളും എതിരേൽക്കേണ്ടതാണ്. ക്രിസ്തുബന്ധത്തിലൂടെ നമ്മിൽ വിരിയുന്ന ആത്മാവിന്റെ ഫലങ്ങൾ നമ്മളുമായി സമ്പർക്കം പുലർത്തുന്നവർക്ക് ഊഷ്മള അനുഭവവും അനുഗ്രഹവുമൊക്കെയായിത്തീരും. നമ്മൾ ക്രിസ്തുവിൽ വസിക്കുമ്പോൾ
ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മിൽ സമർത്ഥമായി വിരിയുമെന്നാണ് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നത്. യോഹന്നാൻ 15:5. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു. മൂന്നാമതായി, പുതിയതും പഴയതുമായ എല്ലാ അനുഭവങ്ങളും പ്രിയന് മണവാട്ടി സമർപ്പിക്കുകയാണ്. ഉത്തമഗീതം 7:13 ദൂതായി പഴം സുഗന്ധം വീശുന്നു. നമ്മുടെ വാതുക്കൽ എല്ലാ വിശിഷ്ട ഫലങ്ങളുമുണ്ട്. പ്രിയനെ, പഴുത്തതും ഉണങ്ങിയതുമെല്ലാം നിനക്കായി ഒരുക്കിയിരിക്കുന്നു. എന്താണ് ഈ പഴുത്തതും ഉണങ്ങിയതുമായ ഫലങ്ങൾ? മണവാട്ടി തൻ്റെ മുൻകാല നേട്ടങ്ങളും ഇപ്പോഴത്തെ അനുഗ്രഹങ്ങളും പഴയ അനുഭവങ്ങളും പുതിയ വിജയങ്ങളുമൊക്കെ തൻ്റെ പ്രിയന് സമർപ്പിക്കുകയാണ്. ഒന്നും മറച്ചു വയ്ക്കുന്നില്ല. അതുപോലെ നമ്മുടെ സമയം, കഴിവുകൾ, ഭൗതിക നേട്ടങ്ങൾ, നല്ലതും വേദന നിറഞ്ഞതുമായ കഴിഞ്ഞകാല അനുഭവങ്ങൾ, ഓർമ്മകൾ ക്രിസ്തുവിൻ്റെ മുമ്പാകെ സ്തോത്രത്തോടെ സമർപ്പിക്കണം. പ്രിയന്റെ മുമ്പിൽ ഉള്ളവും ഉള്ളതും സമർപ്പിക്കുന്നത് അവനുമായുള്ള ആത്മബന്ധത്തിൻ്റെയും വിശ്വസ്തതയുടെയും ഒക്കെ ലക്ഷണമാണ്. റോമർ 12:1 നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായി സമർപ്പിക്കുവിൻ. ഒരു കുട്ടി താൻ വരച്ച ചിത്രം മാതാപിതാക്കൾക്ക് സ്നേഹപൂർവം കൊടുക്കുമ്പോൾ എത്ര താല്പര്യത്തോടെയാണ് അവർ അത് സ്വീകരിക്കുന്നത്. ചിത്രത്തിൻ്റെ ആവിഷ്കാര ഭംഗി കൊണ്ടല്ല, പ്രിയ കുഞ്ഞിൻ്റെ സ്നേഹത്തിനാണ് മാതാപിതാക്കൾ വില കൊടുക്കുന്നത്. നമ്മുടെ കൊച്ചു കൊച്ചു സമർപ്പണങ്ങൾ ക്രിസ്തു സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വീകരിക്കും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയ നിത്യരക്ഷ, നിത്യജീവൻ, ഭൗതിക സൗകര്യങ്ങൾ, കുടുംബം, കുഞ്ഞുങ്ങൾ, നിത്യതയിൽ ഒരുക്കിയിരിക്കുന്ന വിസ്മയങ്ങൾ എന്നിവയൊക്കെ വളരെ വിലപ്പെട്ട അനുഗ്രഹങ്ങളാണ്. പകരം നമുക്ക് എന്താണ് നൽകുവാൻ കഴിയുക? നമ്മുടെ ആത്മശരീര മനസ്സുകളും ജീവിതവും വിശുദ്ധിയോടെ ഒരുക്കി കർത്താവിന് സമർപ്പിക്കുന്നതാണ് ദൈവം ഇഷ്ടപ്പെടുന്ന ഏറ്റവും ശ്രേഷ്ഠമായ വഴിപാട്. അതിന് നമ്മുടെ സ്വഭാവം ആത്മാവിൻ്റെ ഫലങ്ങളാൽ സമ്പന്നമാകണം. നമുക്ക് ദൈവം നൽകിയ പുതിയതും പഴയതുമായ അനുഗ്രഹ ഫലങ്ങളും നമ്മെ തന്നെയും നമ്മുടെ കർത്താവിൻ്റെ തൃപ്പാദത്തിൽ നമുക്ക് സമർപ്പിക്കാം. കൃപാനിധിയായ ഞങ്ങളുടെ കർത്താവേ, നിത്യജീവൻ, രക്ഷ, പാപമോചനം, നിത്യതയുടെ പ്രത്യാശ എന്നിവയെല്ലാം ഞങ്ങൾക്ക് ദാനമായി നൽകിയതിന് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഞങ്ങൾക്കുള്ളതെല്ലാം ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതം അങ്ങയെ പ്രസാദിപ്പിക്കുന്ന സുഗന്ധമായി തീരണമേ. ആത്മാവിൻ്റെ ഫലങ്ങൾ ദിവസവും ഞങ്ങളിൽ വിരിയുവാൻ ദൈവ കൃപ ഞങ്ങളിൽ വ്യാപരിക്കണമേ. അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളും ജീവിത അനുഭവങ്ങൾ നൽകിയ മുറിവുകളും സ്തോത്രത്തോടെ വിനയപൂർവം അങ്ങയുടെ തൃപ്പാദത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. യേശു കർത്താവിൻ്റെ വിസ്മയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ.
ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.